അപ്പോൾ നമ്മുടെ അടുത്തൊരു ഇന്നോവയുടെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. കമ്പനി സർവീസ് കഴിഞ്ഞ് അവിടെ നിന്നൊരു കൊട്ടേഷൻ എടുത്തിട്ടാണ് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഫുള്ള് വർക്ക് ചെയ്തിട്ടില്ല. അവർക്കൊരു ബഡ്ജറ്റ്ലി ഒരു വർക്കാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ പാർട്സ്, അതുപോലെ തന്നെ ഡിസ്ക് റോട്ടർ, അങ്ങനെയുള്ള നേരത്തെ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ പോളിഷ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഡിസ്ക് റോട്ടർ പോളിഷ് ചെയ്യാൻ അത്രത്തോളം തിക്നെസ് ഉണ്ടായിരുന്നു അതിനകത്ത്. മിനിമം തിക്നെസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെയും നമുക്ക് കൂടുതൽ ഹീറ്റ് ആകുമ്പോൾ ആ വൈബ്രേഷൻ വീണ്ടും വരും. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് സസ്പെൻഷൻ വർക്ക് മാത്രമാണ്. ഷോക്ക്, അതുപോലെ തന്നെ ലോവറാമിൻ്റെ ബുഷ് കിറ്റ്, അപ്പറാമിൻ്റെ ബുഷ് കിറ്റ്, ലോവറാം ബോൾ ജോയിൻറ്റ്, അപ്പറാം ബോൾ ജോയിൻറ്റ്, അങ്ങനെയുള്ള സസ്പെൻഷൻ വർക്ക്, റിയർ ആം ബുഷ് കിറ്റ്, അങ്ങനെയുള്ള സസ്പെൻഷൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഒളഞ്ചലായിരുന്നു വണ്ടി. ഇങ്ങനെ വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് പോകുന്ന മാതിരിയാണ് വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻജിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും മാറില്ല. പക്ഷേ നമ്മൾ കോട്ട് ചെയ്തതാണ്. എൻജിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും മാറാൻ നല്ല വൈബ്രേഷൻ ഉണ്ട് വണ്ടി. നമ്മളിങ്ങനെ തേർഡ് ഗിയറിലൊക്കെ ഇങ്ങനെ ഒരു 40-30 ആ ഒരു സ്പീഡിൽ പോകുമ്പോൾ തന്നെ നല്ലൊരു ജെർക്കിങ്, അതുപോലെ ബോഡി ഫുള്ള് ഒരു വൈബ്രേഷൻ, ഒരു നല്ല സൗണ്ട്, കറപറ എന്നുള്ളൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു ബഡ്ജറ്റ്ലി ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മളത് വേണ്ട, ഇനിയിപ്പോൾ മൗണ്ട് ഇനി അടുത്ത സർവീസിന് ചെയ്യാന്നുള്ള രീതിക്ക് നമുക്ക് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഫുൾ വർക്കായിട്ട് കിട്ടുമ്പോൾ തന്നെയാണ് നമുക്ക് ഒരു തൃപ്തിയോട് കൂടി വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും ജസ്റ്റ് കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കത് റീസോൾവ് ചെയ്യാനായിട്ട് കറക്റ്റ് ആവുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി വർക്കിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല. അല്ല, ഈ ഒരു ഫോർത്ത് ഗിയറിൽ 40 പോകുമ്പോൾ തന്നെ ഇവിടെ എല്ലാവരുടെയും കിടന്ന് ഗുറു എന്ന് പറഞ്ഞ് വൈബ്രേറ്റ് ചെയ്യണം. നമ്മൾ ഇത്രയും സസ്പെൻഷൻ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സൗണ്ട് ഫീലിംഗ് കിട്ടുമ്പോൾ നമുക്ക് മാനസികമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത് എന്താ ഇപ്പോൾ ചെയ്തെന്നുള്ളൊരു തോന്നൽ വരും. അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് എപ്പോഴും ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും ഒരു തൃപ്തി ഉണ്ടാകും. അതുപോലെ തന്നെ വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഓടിക്കുമ്പോഴും ആ ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം എല്ലാം ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ ഒരു തരിപ്പാണ് നമുക്ക് കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നത്. സസ്പെൻഷൻ ഭാഗത്തുള്ള കംപ്ലയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. ചെയ്ത ഭാഗത്തിൽ ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഫോൾട്ടായിട്ട് നിൽക്കുന്നത്. ലോവറാമിൻ്റെ ഉഷൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി നിൽക്കുമായിരുന്നു. ലോവറാം കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇറക്കത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ബ്രേക്ക് ചവിട്ടി വിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഫ്രണ്ട് വീൽ കടന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഒരു കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലോവറാമിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ആകുമ്പോഴാണ് കൂടുതൽ അത് വരുന്നത്. അപ്പറാമിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ആയ ആ ഒരു ഷേക്ക് കിട്ടില്ല നമുക്ക്. ലോവറാമിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ആകുമ്പോഴാണ് കൂടുതലും ആ ഒരു ഷേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു സസ്പെൻഷൻ ഭാഗത്ത്. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ എൻജിൻ മൗണ്ടിൻ്റെ കാര്യം കൂടെ ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. വണ്ടി ഓടിക്കാനും നല്ല സ്മൂത്ത് ആയിരിക്കും. എപ്പോഴും ഒരു 1.5-2 ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ ഈ റബ്ബർ ബുഷുകളൊക്കെ മാറ്റി വിടുന്നത് കൂടുതൽ നല്ലതാണ്. എല്ലാ വണ്ടിയിലും ഉണ്ടാകും. ഇതിപ്പോൾ മാരുതിയുടെ ആണെന്നുണ്ടെങ്കിൽ ശരി, ടൊയോട്ട ആണെങ്കിലും ശരി, വോൾസ്വാഗൻ ആണെങ്കിലും ശരി, ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഒരു 1.5-2 ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ ഇതുപോലെ എൻജിൻ മൗണ്ട്, അതുപോലെ തന്നെ ബോഡി ബുഷുകൾ, ലോവറാമിൻ്റെ സസ്പെൻഷൻ ബുഷുകൾ, ഇതൊക്കെ ഒന്ന് മാറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് വണ്ടി ഓടിക്കാൻ ആ ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യും എപ്പോഴും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ സർവീസിലും എയർ ഫ്ലോ സെൻസറും എയർ മാസ് സെൻസറും അഴിച്ച് ക്ലീൻ ചെയ്യുക, എല്ലാ സർവീസിലും 10K സർവീസിൽ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വണ്ടിയുടെ ഒരു ഫ്രഷ്നെസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. എന്താ പറയുക, ഓടിക്കുമ്പോൾ ഒരു സുഖം. അതുപോലെ തന്നെ നമ്മൾ സർവീസ് കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലായിരിക്കും വണ്ടി ഓടിക്കാനായിട്ട്. ഭയങ്കര ഒരു ഡിഫറൻറ്റ് ഫീൽ ചെയ്യും. അല്ലാതെ നമ്മൾ ഓയിൽ ഫിൽറ്റർ മാത്രം മാറ്റി എയർ ഫിൽറ്ററും ക്ലീൻ ചെയ്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, ഇല്ലാക്കില്ല. പക്ഷേങ്കിൽ ഒരു കംപ്ലീറ്റ് സർവീസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഒരു കിട്ടുന്നൊരു ഫീല് വല്ലാത്തൊരു ഫീലാണ്. പ്രത്യേകിച്ച് ഡീസൽ വണ്ടികളിൽ എല്ലാ വണ്ടികൾക്കും എയർ ഫ്ലോ സെൻസറും എയർ മാസ് സെൻസർ വരുന്ന ടൈപ്പുള്ള ഈസിയുള്ള വണ്ടികൾക്ക് എല്ലാത്തിലും അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എയർ ഫ്ലോ സെൻസറിലും എയർ മാസ് സെൻസറിലും ഹൈ പ്രഷർ എയർ അടിക്കരുത്. ത്രോട്ടിൽ ബോഡി ക്ലീനർ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഒന്ന് കുടഞ്ഞിട്ട് അങ്ങനെ ഇടുക. അല്ലാതെ നമ്മൾ മറ്റേ ഹൈ പ്രഷർ എയർ അടിക്കാൻ എന്തെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അതിൽ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ എയർ മാസ് സെൻസറിൽ ഒരു ഡയഫ്രം പോലെ ഒരു സംഭവമാണ് അതിനകത്ത് സെൻസ് ചെയ്യാനായിട്ട് ഇത് വരുന്നത്. അത് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എയർ ഫ്ലോ സെൻസറിൽ ഈ ചെറിയ നൂല് പോലെ 2 സെൻസറിൻ്റെ ഒരു കമ്പി പോലെ ഒരു സാധനം ഉണ്ടാവും. അതും കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളതും പുള്ളിങ് കംപ്ലീറ്റ് ആയിട്ട് പോകും. പുള്ളിങ് പോകുകയല്ല, നമുക്ക് ആ ഡീസൽ കൊടുക്കുന്നതിൻ്റെ അളവ് പല രീതിയിലായിരിക്കും പറ്റുക. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡീസൽ വണ്ടികളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളാണെങ്കിലും ശരി, വേറെ വർക്ക്ഷോപ്പിലാണ് ശരി, നോർമൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യിപ്പിക്കുമ്പോൾ ഇതുപോലെ 2 സാധനം എന്തായാലും മസ്റ്റായിട്ട് ക്ലീൻ ചെയ്ത് ഇതാക്കുക. പിന്നെ ഇന്നോവയ്ക്ക് ഒരു ഫിൽറ്ററും വരുന്നുണ്ട്. ആ ഫിൽറ്ററും നമ്മൾ എന്തെങ്കിലും ഒരു ഡാമേജോ ക്രാക്കോ വന്നു കഴിഞ്ഞാൽ പുള്ളിങ്ങിൻ്റെ മെയിൻ ഇഷ്യൂസാണ്. അപ്പോൾ അതും അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗം അടച്ചു പിടിച്ചിട്ട് ഒരു ഭാഗത്തോട്ട് കാർബറേറ്റർ സ്പ്രേ അടിച്ചു കൊടുത്താൽ അറിയാൻ പറ്റും. ചീറ്റും വിണ്ട ഭാഗത്തില്ലെങ്കിൽ പൊട്ടിയ ഭാഗത്തോട്ട് ചീറ്റും.
അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സെൻസറും കൂടെ ആ ഒരു ഫിൽറ്ററും കൂടെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിങ് നല്ലവണ്ണം കിട്ടും. മെയിൻ ആ ഒരു ഘടകമാണ്. എപ്പോഴും ഇനോവയിൽ പലപ്പോഴും പുള്ളിങ് ഇല്ലയെന്ന് പറഞ്ഞ് വരുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫിൽറ്റർ അടവാണ് ചെയ്യുന്നത്. വെച്ചാൽ എയർ മാസ് സെൻസറിലേക്ക് പോകുന്ന ഒരു ഫിൽറ്ററാണത്, വാക്കത്തിൻ്റെ. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ വാക്കം ലീക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റായിട്ട് റീഡിങ് കിട്ടില്ല. അതുകൊണ്ട് പുള്ളിങ്ങിൻ്റെ പ്രശ്നം മെയിനായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സസ്പെൻഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ സൗണ്ട് കാര്യങ്ങളും നേരത്തെ ഉണ്ടായ ഒലച്ചിലും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെൻഡിങ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി വൈബ്രേഷനാണ്. അത് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സർവീസിൽ മാറ്റാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോർമലി ഓക്കെ ആയിട്ടുണ്ട്. അലൈൻമെൻറ്റും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓടിക്കാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സൈഡ് പുള്ളിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പക്കാ നീറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ.